ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനാണ് സാവിത്താണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വരാനുള്ളൊരു കാരണം വെച്ചാൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള, അതായത് നോമ്പിന് മാത്രം കിട്ടുന്ന ഔഷധക്കഞ്ഞി, പെർമാക്കഞ്ഞി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു കഞ്ഞിയുണ്ട്. ഇപ്പോൾ ആ കഞ്ഞിയുടെ ഡീറ്റെയിൽസും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് വർഷങ്ങളായി കോഴിക്കോട് എലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തും ഈ പ്രദേശങ്ങളിലെ പള്ളികളിലൊക്കെ കൊടുക്കുന്ന ഒരു കഞ്ഞി. അപ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനോ അത് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. നമ്മൾ അവിടെ എത്തിയത് 12 മണിക്കാണ്. രാവിലെ 9 മണിയുടെ മുൻപായിട്ട് ഇതിൻ്റെ പണികൾ തുടരും. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അരിയും അതേപോലെ തന്നെ ചിക്കനും ഒന്നിച്ച് വെച്ച് വേവിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഇളക്കി നോക്കി വെന്ത ചിക്കനാണെന്ന് തോന്നി. ചിക്കൻ വെന്തപ്പോൾ അവരെന്താക്കിയിട്ടുണ്ട്, എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് എന്നതിന് ശേഷം അവിടെ ചുറ്റുപാടൊക്കെ എന്ന് വെച്ചാൽ നല്ല മാങ്ങയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ നാളത്തേക്കുള്ള കഞ്ഞിയുടെ കൂട്ടായ സംഭവങ്ങളൊക്കെ വീടത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇളക്കലാണ് മെയിൻ എന്നാണ് അവർ പറയുന്നത്. ചൂട് തണിഞ്ഞ് കോഴിയെടുത്ത് 3ആയിട്ട് ഭാഗിച്ചതിന് ശേഷം കഞ്ഞിയുടെ കൂട്ടത്തിലിടുന്നതാണ് കോഴി. അത് വേവിച്ചെടുത്തിട്ട് എന്താക്കുക, പിച്ചി ചീന്താന്ന് പറയുന്നത്, പറിച്ച് ചെറുതാക്കിയിട്ട് നുള്ളി ഇട്ടിട്ട് ഇവിടെ ഇതിലേക്ക് ചേർക്കും. ഇപ്പൊ പിച്ചി ചീന്തിയ കോഴി ഇതിലേക്ക് ഇടുന്നതാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം ഇടുന്നുണ്ട്. എന്തൊന്നും കാണൂല, അടിഞ്ഞു നല്ലൊരു കോഴിയാണ്, പറച്ചം കിണ്ടിക്കാണ്. ഞാൻ ഇടയ്ക്ക് ഞാൻ വിറകൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ. അപ്പം നല്ലപോലെ ഇളക്കി പിന്നെ അതിലേക്ക് കറിവേപ്പില ഇടുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇട്ട് ഇനി അടുത്തടുത്ത് ഓരോ മസാലകൾ ഇടണം. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് അതാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം അതിലേക്ക് ഒഴിച്ച് ഇനി അടുത്ത് ഇതിലേക്ക് ഒഴിക്കണം. ഇങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് മസാലകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സലാംക്കാര് തിരക്കിലാണ്, സംസാരം കുറവ്, പണി കൂടുതൽ. അടുത്ത ഏത് മസാല ഇടാൻ പോകുന്നത്? ഇതെന്നാ വലിയ ജീരകം ചെറിയ ജീരകം രണ്ടും അരച്ച് മിക്സ് ആക്കിയതാ. അരച്ച് മിക്സ് ആക്കിയിട്ടുള്ള സംഭവമാണ് ചേർത്തത്. ഇതിന്റെ 3ാമത്തെ കൂട്ട് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ചിക്കന്, കറിവേപ്പില. രാവിലെ തുടങ്ങുന്ന പണി ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണിയാകുന്നതാണ് ഇവിടെ തീരുക. നല്ല ചൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് നിജമല്ല തള്ളും കൂടി ആകുമ്പോൾ നല്ല ഉഷാറുണ്ട് കേട്ടോ. അത് സീക്രട്ട് കുരുമുളകാ കൊണ്ടുവന്നു. മൂന്ന് ചെമ്പുകളിലായിട്ടാണ് വെക്കുന്നത്. അപ്പം 3 ചെമ്പിലും ഒരേ സമയത്ത് മസാല ഇടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 3നും ഒരുപോലത്തെ ടേസ്റ്റാണ്. അതായത് 3 ചെമ്പിൽ വെക്കുന്നുണ്ട്, 3 ഒരുപോലത്തെ ടേസ്റ്റ്. പൊടിയാണ്
ഞാൻ കാണുന്നുണ്ടല്ലോ. നാളേക്ക് വെക്കേണ്ട കഞ്ഞിക്കുള്ള ഉള്ളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇടാൻ പോവാണ് പരിപ്പ് അരച്ചത്. കടലപ്പരിപ്പല്ലേ? കടലപ്പരിപ്പല്ലേ ഇത്? അതൊക്കെ പരിപ്പാണ് വയ്ക്കുന്നത്. അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് തേങ്ങ അരച്ചത്. വെറും തേങ്ങയല്ല, ഇതിൽ എന്തെല്ലാം കുട്ടി? ഏലക്കായ്, കറാമ്പു, പട്ട, ഇത് മൂന്നും കൂട്ടിയിട്ടുള്ള തേങ്ങ അരച്ചതാണ് ചേർക്കാൻ പോകുന്നത്. ഇത് ലാസ്റ്റ് മസാല അല്ലെങ്കിൽ ഇതോടി കഴിച്ച് അതിനുശേഷം മഞ്ഞൾ മഞ്ഞളോടി ഇടുക. പിന്നെ തേങ്ങ വെച്ചോടി. മഞ്ഞളോടി വന്നാൽ 23 ആവുക. 23 തരം കൂട്ടുകൾ ചേർത്തുള്ള ഔഷധക്കഞ്ഞി. പാത്രങ്ങളായിട്ടാണ് 3 ചെമ്പിലായിട്ടാണ് ഇവിടെ വെക്കുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ അളവാണ്. അത് പ്രൊഫസർ ഷെന്നെ അറിയാൻ പറ്റും. ഇപ്പൊ സലാംക്ക് എത്ര വർഷമായി ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത്? 28 വർഷമായി. ഇവിടെ തന്നെ 28 വർഷമായി ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയത് പുറണ്ടാക്കുന്നത്. ചെമ്മുപ്പറ കൂടെ നിങ്ങളുടെ ഒറ്റ കാണാൻ കൂടെ ഹെൽപ്പിന് എത്ര ആളുണ്ട്? 4 ആള് ഹെൽപ്പിനുണ്ട്. വൈകുന്നേരം കൊടുക്കാനല്ല, പിന്നെ ഒരു വണ്ടി ഡ്രൈവറും ഒരു വണ്ടിക്ക് ഡ്രൈവറിന്റെ കൂടെ ഇവിടുത്തെ പള്ളികളിലാണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരും വരും. അവസാനത്തെ കൂട്ടായ മഞ്ഞൾ കുറച്ചല്ലേ? കുറച്ച് മതി, കളറിനും അതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇടുന്നത്. അവസാനത്തെ കൂട്ടായ മഞ്ഞളുടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തീ കത്തിച്ച്, അതായത് പാളി കത്തിച്ചതിന് ശേഷം നല്ലപോലെ കത്തിച്ചിട്ട് ഒന്ന് പതയ്ക്കുക എന്ന് പറയും. പതപ്പിച്ചതിന് ശേഷമാണ് എന്താക്കുക ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി റെഡിയാവുക. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ പണി ലാസ്റ്റ് ഘട്ട പണിയാണ്. തീയൊക്കെ വെച്ച് അണച്ച് നല്ലപോലെ ആളി കത്തിച്ചിട്ട് എന്താണ് ഇതൊക്കെ. അതിനിടയിൽ പാത്രങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പണിയൊക്കെ ഏതാണ്ട് തീർന്ന് ഇപ്പോൾ തീയൊക്കെ എടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കെടുത്തി പള്ളികൾക്ക് കൊടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. നമ്മളെ കഞ്ഞിയുടെ പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പള്ളികൾക്കുള്ള കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്ന ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ കഞ്ഞി വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താറ്. അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി പാത്രത്തിലാക്കിയതിന് ശേഷം ഉള്ളി മിക്സ് ആക്കിയിട്ടുള്ളത് താങ്കൾ പറയുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. അതായത് നെയ്യിൽ ഉള്ളിയിട്ട് വറുത്ത ശേഷം അത് ഇട്ട് ഇതാക്കിയെന്ന് വെച്ചാൽ ഉള്ളിയിലേക്ക് കയറ്റുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പാണ് പോകുന്നത്. അതൊരു പള്ളിയിലേക്ക് കൊടുക്കാനുള്ളത് കൊണ്ടുപോയി ഓരോന്നോരോന്ന് പാത്രത്തിലിങ്ങനെ മാറ്റി ഇവിടെ കൊണ്ടാക്കിയാണ് ചോദിച്ചത്. ഞങ്ങളിങ്ങനെ കാത്തിരിക്കാം. തൊട്ട് ഞങ്ങൾ 4-5 പേരോടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊസീജിയറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് നമ്മള് കഞ്ഞി ആയിട്ടുണ്ട്. ഇപ്പൊ കൊടുക്കാൻ തുടങ്ങുന്നുള്ള അതിന്റെ മുമ്പ് ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉമ്മാമായിട്ട് നമ്മൾ അഭിപ്രായം ചോദിക്കും എങ്ങനെയുണ്ട് കഞ്ഞി. ഉമ്മാമന്റെ പേരെന്നാ? എന്റെ പേര് നബീസ്. എത്ര കാലം ഇവിടെ കഞ്ഞി വന്ന്? ഞാൻ കൊറേ എന്നാലും എത്ര വെക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ കഞ്ഞിയെ പറ്റി എങ്ങനെയുണ്ട് കഞ്ഞി? ജോലിക്ക് നല്ല സുഖത്തിനൊക്കെ നല്ല ആർക്കുണ്ടാവും. കഞ്ഞിയുടെ രഹസ്യമാണോ മാമാന്റെ ആരോഗ്യം? ഒരുപാട് ആൾക്കാർ ഇവിടെ കഞ്ഞി വാങ്ങാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇനിയും ആള് വരാനുണ്ട്. ഇനി ഇഷ്ടം പോലെ ആൾക്കാർ വരാനുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കുക. നല്ല കഞ്ഞിയാണ്, ഇതിനെ കൊണ്ടാണ് എല്ലാവരും നോമ്പ് വെക്കല്. അത്താഴത്തിന് നല്ല സുഖമുള്ള കഞ്ഞിയാണ്. നമ്മളാരും ഭക്ഷണം കഴിക്കില്ല, കഞ്ഞി കൊണ്ടാണ് നോമ്പ് വെക്കല് അത്താഴത്തിന്. ആണോ? നല്ല കഞ്ഞി, സാർ കഞ്ഞി. 50 കൊല്ലായി കഞ്ഞി കുടിച്ചത്. 50 കൊല്ലായി.
അപ്പൊ നല്ല കഞ്ഞിയായിട്ടാണ് എല്ലാരും വരും. കാറിനൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകും. ഇവിടുന്ന് എല്ലാരും കുടിക്കും, മേങ്ങും. പിന്നെ ഓരോ പള്ളിക്കലൊക്കെ കൊണ്ടുപോകും, എല്ലാ പള്ളിക്കലും ഇപ്പൊ നമ്മളും വന്ന് വാങ്ങും. പള്ളിക്കലൊക്കെ കൊണ്ടുപോകും, പിന്നെ നമ്മളും വാങ്ങും. കഞ്ഞി കൊടുക്കൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കൊടുക്കും, അതേപോലെ തന്നെ ഇവിടെ അടുത്തുള്ള പള്ളികൾ നല്ല കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ കഞ്ഞിയുടെ മെയിൻ ആള്. അതായത് ഈ ഒരു ഇത് നടത്തിക്കൊണ്ടുവന്ന ആളാണ് അബ്ദുൽ ഖാദർ ഖാൻ. മൂപ്പറോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് ഈ ഒരു കഞ്ഞിയുടെ രഹസ്യം എന്താണ്, എന്തൊക്കെയാണ് ഈ ഒരു കഞ്ഞി? നമ്മള് 55 വർഷമായി ഇപ്പൊ അവിടെ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളിപ്പോ ബർമയിലായിരുന്നു. ബർമയിലിന് അവിടെ നിന്ന് കൊടുത്തു തുടങ്ങിയത്. ഇപ്പൊ ബർമയില് നാഷണലൈസേഷൻ കഴിഞ്ഞപ്പോ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് അത് തുറന്നുകൊണ്ട് പോകാന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിപ്പോ 55 വർഷമായിട്ട് ഇതിപ്പോ കൊടുത്തോണ്ടിരിക്കുക. 55 വർഷമായിട്ട്. ഈ 55 വർഷത്തിനിടയിൽ ഇതിങ്ങനെ കൊടുത്തോണ്ട്. അപ്പൊ ഒരു കൊല്ലം നമുക്ക് കോവിഡ് ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ആ ഒരു വർഷം നോക്കിക്കണം. എല്ലാ കൊല്ലവും റമദാൻ മാസത്തില് 2ാമത്തെ ദിവസം തുടങ്ങിയിട്ട് 28ാമത്തെ ദിവസം വരെ. കാരണം ലാസ്റ്റില് ഈ മാസം കാണാൻ വേണ്ടി ആള് പോകുന്നവരും ചിലപ്പോ ഇവിടെ ഇതാക്കാൻ കഴിയുന്നില്ല, ആളുണ്ടാവില്ല. അപ്പൊ പിന്നെ ആ തിരക്കിലായിരിക്കും. അപ്പൊ പിന്നെ നോമ്പ് 28 വരെ കൊടുക്കും. ആകെ മൊത്തം 27 ദിവസം. അപ്പൊ ഈ കഞ്ഞി കൊടുക്കുന്നത് സൗജന്യമായിട്ടാണോ അല്ലെങ്കിൽ സൗജന്യമായിട്ട് നമുക്ക് ഇതിന്റെ പേരില് പിരിവ് കിട്ടുന്നുണ്ട്. ആദ്യ കാലത്തൊന്നും അങ്ങനത്തെ വലിയ വരുമാനമില്ല. നമ്മളെ സ്വന്തം ബന്ധക്കാരും എല്ലാം കൂടി തന്നെ ഇതാക്കി. ഇപ്പൊ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒത്തുപോവുകയാണ്. ഇത് എത്ര ഏരിയകളിൽ എങ്ങനെ ഇതിപ്പോ നമ്മളിവിടെ 4-5 പള്ളിയിൽ കൊടുക്കുക. പിന്നെ ഒന്ന് എക്സ്ചേഞ്ചിന്റെ അടുത്തുള്ള ഒരു AP പള്ളിയുണ്ട്, പിന്നെ ഒരു കടപ്പുറം പള്ളിയുണ്ട്, ഇവിടെ ഒരു മൊയ്തീൻ പള്ളി, പിന്നെ ഐക്യൽ പള്ളി എന്ന് പറയും. അങ്ങനെ തുടങ്ങി 7 പള്ളിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഇവിടെ സ്ത്രീകൾ ഇവിടുത്തെ സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ സ്ത്രീകൾ വന്നാല് ഓർക്ക് ഇവിടുന്ന് ഒരു ദിവസം എത്ര കഞ്ഞി വെക്കും? 3 ഇതുവരെ 2 ചെമ്പ് വലിയ ചെമ്പ് 60ന്റെ 2 വലിയ ചെമ്പായിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ ഓരോ വർഷവും ആളിങ്ങനെ കൂടി വരുന്നതിനെ കൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം മുതൽ ഒരു ചെമ്പ് അധികമാക്കി. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പിന്നെ വർമ്മക്കഞ്ഞി എന്ന് പറഞ്ഞാല് ഇപ്പൊ വർമ്മയിലുള്ളതിനെ കൊണ്ട് വർമ്മക്കഞ്ഞി ഇങ്ങനെ വന്നതുള്ളൂ. കോഴിക്കഞ്ഞിയാണ് പറയുന്നത്. കോഴിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ വർമ്മക്കഞ്ഞി ഇപ്പൊ ബർമേന്ന് കൊണ്ടുവന്നതിനെ കൊണ്ട് വർമ്മക്കഞ്ഞി ഇങ്ങനെ പറയുന്നത് മാത്രം. ഇതെന്തൊക്കെ മസാല? ഇല്ല, ആദ്യം പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കടലപ്പരിപ്പ്, വലിയ ഉള്ളി, വെള്ളുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, കറാമ്പൂ, കറാപ്പട്ട, ഏലക്കായി, തേങ്ങാപ്പാല്, അങ്ങനെ തുടങ്ങി 23 സാധനങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു കഞ്ഞിയുടെ രഹസ്യം എന്ന് പറയുന്നത്. യാതൊരുവിധ ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ 55 വർഷത്തിലേറെ കഞ്ഞികൾ കൊടുക്കും. ഇത് നിന്ന് പോകരുത്, ആരും സഹായിച്ചിട്ടില്ലെങ്കിലും ഇത് നിന്ന് പോകരുതെന്ന് കണക്കാക്കിയിട്ട് ഇപ്പൊ ഒരു പീഡിയന്റെ മുറി തന്നെ ഇതിനു വേണ്ടി ഒക്ക ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വരുമാനം കൊണ്ട് നടത്തിക്കോളണം. ഇതിപ്പോ കൊടുക്കാൻ ഇല്ലാണ്ടായി പോകരുത്. അതെ. അപ്പൊ സഹായിച്ചില്ലെങ്കിൽ ഈ സാമ്പത്തികത്തിന്റെ പേരിൽ നിന്ന് പോകരുത്. നമ്മള് മരിക്കുന്നതിന് വരെയൊക്കെ അങ്ങനെയൊക്കെ നടന്നുപോകും. പിന്നെ എങ്ങനെയാണ് വരാന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ഒരു വല്ലാത്തൊരു നീയത്ത് തന്നെ. കാരണം വെച്ചാല് നമ്മള് മരിച്ചു പോയാലും നമ്മുടെ ആ ഒരു സംരംഭം പോകരുത് എന്ന രീതിക്ക് ഭയങ്കര അതിന്റെ വാടകത്തിന് വേണ്ടിയിട്ട് എടുക്കാന്നുള്ളത്. അങ്ങനെ അവസാനത്തെ ലോഡ് കയറ്റി. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ളതാട്ടോ തരുന്നത്. ഞങ്ങളെന്തായാലും കൊണ്ടുപോയിട്ട് കുടിച്ച് നോക്കണ്ടേ. നല്ല സ്മെല്ലുണ്ട്. അപ്പം പാത്രം എടുത്തിട്ടില്ല. അപ്പം ഇവിടുന്ന് കവറ് വാങ്ങിയിട്ട് അതിലാണ് കൊണ്ടുപോകുന്നത്. ശാമലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്.
അപ്പൊ എലത്തൂരിലെ കഞ്ഞിയൂട്ടിൽ നിന്നും സാവിക് സഫാരി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.